അച്ഛനും മോളും തമ്മിൽ കണ്ട സന്തോഷത്തിൽ എന്തൊക്കെയോ സംസാരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ ലെങ്തി ഡയലോഗ്സിന് പകരം കട്ട് ഡയലോഗാ സംസാരിച്ചത്. യു ആർ സ്ട്രേഞ്ച് പീപ്പിൾസ്. ടേക്ക് യുവർ ഓൺ ടൈം. കം ഓൺ. മനസ്സിൽ ഇരുളിൽ പൊൻതാരമോ കതിരായി നിന്നെ പുൽകാൻ പറയാം ഞാൻ നല്ല കഥകൾ സാരംഗമായി സാമോദമായി സായുജ്യമേകുന്ന നിമിഷങ്ങളായി സായുജ്യമേകുന്ന നിമിഷങ്ങൾ അനുഭൂതിയായി മമ ജീവന് നിറയുന്ന സൗഭാഗ്യമേ. ഓ സുഖമുള്ള നിമിഷം ചിറകുള്ള മോഹം രാഗാദ്ര ശലഭങ്ങളൊത്തിരി അറിഞ്ഞില്ല. എന്ത് കഷ്ടപ്പാട് സഹിച്ചു ഡാഡിയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. അതിനു മുൻപിൽ മറ്റൊന്നും എനിക്കൊരു തടസ്സമായി തോന്നിയില്ല. അമ്മ എവിടെ? അമ്മ എവിടെയാ? ഡാഡിയെ തട്ടിക്കൊണ്ടു പോന്നതിന് ശേഷം അമ്മയ്ക്ക് തീരെ സുഖമില്ലാതായി. എങ്കിലും നിത്യരോഗിയായ അമ്മ അച്ഛന്റെ സ്വപ്നങ്ങളെയൊക്കെ സഫലമാക്കി ഈ ലോകത്ത് നിന്നും നമ്മളെയൊക്കെ വിട്ടു പോയി. ഡാഡി നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം ഡാഡി. ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാനാണ് മോളെ? ഇവിടെ കിടന്നു തന്നെ മരിക്കാൻ നിവൃത്തിയുള്ളൂ. ഡാഡി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമുക്ക് രക്ഷപ്പെടണം. എനിക്കെന്റെ ഡാഡിയെ വേണം. മോളെ, മോളുടെ ഈ വിഷമം കാണാൻ അച്ഛന് വയ്യ. അച്ഛനെ കുറിച്ച് ഓർത്ത് മോളെ വിഷമിക്കണ്ട. ഈ ദുരിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മോളെ രക്ഷപ്പെടാൻ നോക്ക. എങ്കിലും അച്ഛനൊരു സമാധാനം ഉണ്ടാവുള്ളൂ മോളെ. ഡാഡി, ഈ ലോക്കറ്റ് ഓർമ്മയുണ്ടോ? ഇതെനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തരുമ്പോ ഡാഡി എന്നോട് പറഞ്ഞിരുന്നില്ലേ, ഇതിലെ പക്ഷിയെ പോലെ ആടിയും പാടിയും ചിരിച്ചുല്ലസിച്ച് നടക്കണമെന്ന്. അതുപോലെ ആടിയും പാടിയും ഞാൻ നടന്നു. പക്ഷെ മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ജീവിതത്തിൽ അച്ഛനും അമ്മയും കൂടെയുള്ളത് എന്റെ സന്തോഷം. അതല്ലാതെ എനിക്ക് എങ്ങനെയാ സന്തോഷത്തോടെ ചിരിക്കാൻ കഴിയുന്നത്? I love you, my dear. I love you too, Daddy. I love you too. ശബാഷ്, ഫാന്റാസ്റ്റിക്. ഇതാണ് ഇന്ത്യൻ സെന്റിമെന്റ്. മരിച്ചാലും ശരി, സ്നേഹം, വാത്സല്യം, ദേശസ്നേഹം, ഭാഷാസ്നേഹം, ഈ സെന്റിമെന്റ് ആണ് എന്റെ സെറ്റിൽമെന്റ്. എന്നെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എന്റെ മോളെ നീ വിട്ടയക്ക്. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തു തരാം. പ്ലീസ് പ്ലീസ്. കൺബോസ്, ഷീ ഈസ് വെരി ഡേഞ്ചറസ് ഗേൾ. വെറുതെ വിടരുത്. യു ആർ റൈറ്റ് ഈഗിൾ. നിന്റെ മോളെ ഇതുവരെ ഞാൻ വെറുതെ വിട്ടത് തെറ്റ്. ഇനിയും ഞാൻ അങ്ങനെ വിടുകയാണെങ്കിൽ എനിക്ക് തന്നെ അപകടം. അവള് നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? അവളൊരു പെൺകുട്ടിയല്ലേ? നിന്റെ മോളൊരു കൊച്ചു കുട്ടിയല്ല സുശീൽ. ഷീസ് എ മാർഷൽ ആർട്സ് എക്സ്പെർട്ട് നൗ. അതും കലർച്ചയിൽ. ഇവൾ എന്റെ ആളുകളെ കൊല്ലുകയാണെങ്കിൽ, ഇൻക്ലൂഡിംഗ് മാസ്ക്. ഇതാ ദ്രോണയുടെ തലച്ചോറ. മാസ്റ്ററിന് വാക്കുകൊടുത്തനുസരിച്ച് എന്നെ നേരിടാൻ കഴിയാതെ ഇവളെ തയ്യാറാക്കി അയച്ചിരിക്കുക. ഇനി നീ പറ, നിന്റെ മോൾ LKG ആണോ KG ആണോ? സബാഷ് സബാഷ് ജയ, സബാഷ്. ഞാൻ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതിന് ഫലമുണ്ടായി. സന്തോഷമുണ്ട്. ദ്രോണ മൈ ഫ്രണ്ട്, എന്റെ ജീവന് തുല്യമായവൻ. ഒരു കുടുംബത്തിൽ ജനിച്ച് സ്വന്തം അനിയനും ചേട്ടനും പോലെയാണ് വളർന്നത്. അതെത്ര സത്യമാണെന്ന് തെളിയിച്ചു. ഞാൻ നിന്നെ അന്ന് വിട്ടുപിരിഞ്ഞതിന് ഇപ്പൊ മാപ്പ് ചോദിക്കുന്നു. നിന്റെ സത്യസന്ധതയ്ക്ക് എന്റെ ഹാറ്റ്സ് ഓഫ്. നിന്റെ ജീവിതത്തിലെ അവസാനത്തെ സന്തോഷം ഇതാണ് സുശീൽ. ഈഗിൾ, get him and kill her. എന്താ വെറുതെ നോക്കി നിൽക്കുന്നത്? വേഗം അവളുടെ കഥ കഴിക്കേ. എന്താണ് ഇത് നോക്കി പേടിപ്പിക്കുന്നേ? Your death.